എന്തിനാണ് ഇയാൾക്കൊന്ന് പിടിച്ചിരുന്നൂടെ? എന്തൊരു വിധത്തിലാ നിർത്തല്? ഞാൻ നിർത്തിയതാണോ കുഴപ്പം? മറക്കാൻ ഇറങ്ങിക്കോട്ടെ. അല്ലേ വീട്? ആ ഇതന്നെ വീടത്. ആരെ കാണുന്നില്ലല്ലോ. എന്താ പേര്? പാരിജാതൻ. പാരിജാതൻ? ആ 10ാം ക്ലാസ് പാസ്സായ ചെറുക്കന്റെ പേര് പാരിജാതൻ. തന്തേരെ പേരാ പാരിജാതൻ. അപ്പൊ ചെക്കന്റെ പേര്? ചെക്കന്റെ പേര് തന്തയോട് ചോദിച്ചാ പോരെ. നിങ്ങൾ ആദ്യം കുട്ടിയുടെ പേരല്ലേ അന്വേഷിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനല്ലേ പറഞ്ഞേ? തന്തേനെ ആദ്യം കണ്ട് അതുകൊണ്ട് അയാളോട് ചോദിച്ചു. ഇപ്പൊ ആ പേരൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ആളുണ്ടോ? മുട്ടുകാലിയാൻ അവനെ തല്ലില്ലായിരുന്നു. ഒന്ന് വിടറ. അമ്മ പോയിക്കോ, അമ്മ പോയിക്കോ. പറഞ്ഞനുസരിക്കോ? പറഞ്ഞനുസരിക്കോന്ന്? മോനെ പോലെ ചെന്ന് തിരിഞ്ഞ് നടന്ന മതിയടാ മതിയടാ. നിങ്ങളിപ്പോ കൊല്ലാൻ കൊല്ലുന്നാണോ? സ്വഭാവമുള്ള ഒരെണ്ണം ഇവിടെ ഇല്ല. കുഴപ്പമില്ലെന്ന്. ആരാ? ഞങ്ങള് ഈ പാതിരാജൻ സാറിനെ കാണാൻ വേണ്ടി. പാരിജാതൻ. ആ സാറിനെ കാണാൻ വന്നതാ. എന്തിനാ? അല്ല ഇപ്പൊ ഇവിടെ ഈ കണ്ട എന്തുവായിരുന്നു സംഭവം? ഇല്ല പറഞ്ഞാൽ മതി, കേൾക്കാം, കുഴപ്പമില്ല. അതെ, അവനെ സയൻസ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങ് വലിയ ഡോക്ടറാക്കാൻ. ആരെ? എന്റെ കൊച്ചുമോനെ. അവനുള്ള ബുദ്ധിയൊന്നുമില്ല, അതിന് താല്പര്യവും ഇല്ല. ഓ അപ്പൊ കുട്ടിയെ സയൻസ് പഠിപ്പിച്ച് ഡോക്ടറാക്കാനുള്ള അംഗമാണ് ഈ കണ്ടതല്ലേ? അതെ. എന്താ ആരാണ്? ഞാനേ ചെറിയൊരു വർക്കിലായി പോയാ. നമസ്കാരം. ഞങ്ങള് പരാജിതൻ സാറിനെ കാണാൻ വേണ്ടി വന്നു. സാറിനെ കാണാൻ. ആ ശരി. അമ്മകത്തേക്ക് പോയിക്കോ, പോയിക്കോ. എന്താ? ഞങ്ങള് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ആ എന്നാ പിന്നെ മണ്ടുവിനെ വിളിക്കാം. മണ്ടു, മണ്ടു ഒന്ന് വന്നേ. നിന്റെ കുടുംബക്കാരോ ആവശ്യം വിളിക്കാൻ വന്നാണ്. നിന്റെ കാര്യമല്ലേ? അല്ല ഞങ്ങള് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ മകനില്ലേ, മകനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. കൊച്ചിനെ എങ്ങോട്ട് ക്ഷണിക്കാൻ? ഞാന് ഇവിടെ MNIT ഇല്ലേ, അതിന്റെ ഓണർ മന്മഥനാണ്. മോനിപ്പോ 10ാം ക്ലാസ് പാസ്സായല്ലോ. അപ്പൊ ഞങ്ങളുടെ അവിടെ പുതിയ പല കോഴ്സിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചേർക്കാൻ വേണ്ടി ആ മരപ്പണിയുണ്ട്. നടക്കൂല സാറേ, നടക്കൂല. അല്ല മോനെ നമുക്കവിടെ നല്ല ഏതെങ്കിലും കോഴ്സ്. അതിന്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങളുടെ മോനെ ഡോക്ടറാക്കാൻ പോവല്ലേ. MBBS ഡോക്ടറാ? ആ ഡോക്ടർ ആക്കണമെങ്കിൽ +2 സയൻസ് എടുക്കണ്ടേ? സയൻസിലെ അവന് ചേർക്കണുള്ളൂ. അല്ല അവിടെ നേരത്തെ വന്നത് നിങ്ങളുടെ അമ്മയല്ലേ? അമ്മ പറഞ്ഞു മോന് സയൻസ് ഗ്രൂപ്പിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് അവൻ ഡോക്ടറായിട്ട് വേണം ആദ്യം അമ്മനെ ഒന്ന് ചികിത്സിക്കാൻ. ചെറിയൊരു ഓർമ്മക്കുറവിന്റെ ഉണ്ട്. എന്നാലും എന്നാലും ഇത് ഡോക്ടർ തന്നെ. എന്തേലും സുഖമില്ലായ്മ വരുമ്പോ ഒരു 2-3 കൊല്ലം കഴിയുമ്പോ വന്നേരിക്കും കേട്ടോ. അതിന്റെ അല്ല, അവനിങ്ങനെ പച്ച വെള്ളം കൊടുക്കരുത് ചോദിച്ചാലും. ഇവനെയൊക്കെ വളർത്തിയേ ചക്കക്കുരു പോലെ ആക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ചെക്കനെ കൊല്ലും. കുറെ ചന്ദനള്ളമാർ ഇറങ്ങിയിരിക്കണം. അന്ന് നീ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോണത് നീ എന്താണ്? നീ ഡോക്ടറാണ്, നീ ഡോക്ടർ. നീ എന്താണെന്ന് നിനക്കറിയൂടെങ്കിൽ നീ എന്നോട് ചോദിക്കണ നീ എന്താണെന്ന്. ഇതേട്ടാ എന്റെ അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ചെക്കനൊന്ന് ഡോക്ടറാക്കി എടുക്കാന്നുള്ളത്. ആർക്കാണില്ല, എല്ലാ മക്കളും നന്നാവാൻ തന്നെയല്ലേ തന്നുള്ള ആഗ്രഹം. അല്ല നമുക്ക് എന്തും എന്നെ കൊണ്ടായ എന്തും ചെലവാക്കാൻ തയ്യാറാണ്. ചേട്ടൻ ഇതൊന്ന് വാങ്ങിച്ചെനിക്കായിരുന്നു. ഞാൻ ഏത് കാര്യമാണ് നീ പറഞ്ഞത് ഇതുവരെ ശരിയാക്കിയാണ്ട് അതിലെനിക്ക് വിശ്വാസമുണ്ട്. അല്ല ശരിയല്ലേ, പിന്നെന്താണ് മേടിക്കാണ്ട് ഈ സത്യൻ സാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഞാൻ സത്യമായിട്ടാണെന്നാണ് വിളിക്കുന്നത്. എന്താണ് ആ ബന്ധാണ് പൈസടായി ഒന്ന് ശരിയാക്കാന്ന് നീ വീണ്ടാണ്ടിരിക്കുക. ഞാൻ ആളൊന്ന് കാണട്ടെ. ഇവിടെ ഏട്ടുണ്ട്, അതായാലും വലിയ പുതുവാലാണ്, ഒരു പ്രായമുള്ള ആളാണ് കേട്ടോ. എവിടെ പോയി കിടക്കുന്നത് കേട്ടോ. എന്ത് ആ വാഴയുടെ ഉള്ളിൽ കൂടെയാണ് അകത്തേക്ക് പോകേണ്ടത് കേട്ടോ. ഒന്ന് അങ്ങോട്ട് കടക്കണല്ലോ, ഒന്ന് തുറക്കി. സത്യം സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. തുറക്കി നിങ്ങള് കാര്യം എന്താ നിങ്ങൾ തുറക്കി, ഞാൻ പരിചയക്കാരനാണേ. അതെ. ആ അപ്പൊ ഒരു സീറ്റിന്റെ കാര്യത്തിനാണ്. അപ്പൊ എന്ത് സീറ്റാണ്? സയൻസിനാണ്. സയൻസിന് നീ മിണ്ടാണ്ടിരിക്കും. നീ എന്തിനാ പറഞ്ഞത് അയാളോട്? സയൻസിനാണ് സീറ്റില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയണത്? എനിക്കറിഞ്ഞു, ഞാൻ ഇവിടുത്തെ ആളല്ലേ. ആ നിങ്ങൾ ഇവിടെ ഡോർ തുറക്കാൻ നിൽക്കല്ലേ, നിങ്ങൾ അത് നോക്കി സീറ്റില്ല. എന്ന് മിണ്ടാണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞ ജാറ കാണിക്കാണ്. നമുക്കൊരു 100 കേട്ടോ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് സ്വൈര്യമായിട്ട് പോരെ. അതല്ലാന്ന് ഇയാൾക്കൊരു 100 രൂപ കൊടുത്താലാന്ന്. വേണോ? സയൻസിനാണേ. സമ്മതിക്കണമെന്നില്ല കാര്യത്തിനല്ലേ. ചില സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നു. ആ ശരി ശരി. മോന്റെ കാര്യത്തിനാണ്. വരുമ്പോ ഒന്ന് തുറന്നു തന്നേക്കണേ, പോകാനേ. കൂട്ടാനല്ലേ? കുട്ടിക്കോളാം. ആ സത്യേട്ടോ. ആ വാ വാ. ആരാ സത്യേട്ടാ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ പ്യാരിജാതിന്റെ മോനെ +2 ഒരു സീറ്റിന് വേണ്ടിട്ടാണ്. ഓ ആരാ പ്യാരിജാത്? എന്റെ കൂട്ടുകാരനാണ്. ശരി. ഏതിനാ സീറ്റ്? സയൻസിനാണ്. സയൻസിനോ? ഓ സയൻസിന് ബുദ്ധിമുട്ടാണല്ലോ ശീതള. അല്ല അത് എങ്ങനെയൊന്നും തരപ്പെടുത്തി. ഇതിപ്പോ കുട്ടി എവിടെ പഠിച്ചത്? KPHSS. KPHSS. ഇതിപ്പോ എന്താ പ്രശ്നം അറിയോ? ഓ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇതായി എല്ലാവരും പാസ്സായി. അത് തന്നെ 35 പേർക്ക് ഫുൾ A+. അല്ല കേട്ടോ, ഈ മാനേജ്മെന്റ് കോട്ട ഉണ്ടാവില്ലേ? എന്ത് അങ്ങോട്ട് മാറി നമുക്ക് ഒരു കാര്യം പറയട്ടെ കേട്ടോ. അങ്ങനെയൊന്നും ശ്രമിക്കുക. ഞാൻ പറഞ്ഞു നോക്കിയതാണ്, മുഖത്തൊന്നും പോകണില്ല. പിന്നെ എന്റെ ഇമേജ് ഉള്ളത് കൂടി പോവും. അതാണ് കുടുംബത്തിലത്തെ കൂടിയാണേ. അതാണ് ഇപ്പോ പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഓ പിന്നല്ലാണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കാശ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ. ഇനിയിപ്പോ ഈ വർഷം തന്നെ നമ്മള് പുതിയൊരു ബാച്ചും കൂടെ തുടങ്ങാൻ പോകുന്നുണ്ട്. ശരി. അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ലെന്ന് അറിയില്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 40 ഉറുപ്പ്യ വാങ്ങിക്കണത്. ഓ ഓ ശരി. അപ്പൊ ഇതിനിപ്പോ 32 ആണല്ലോ ഇപ്പോ. അതെ. അപ്പൊ ഞാൻ 32 അല്ല 40 കൊടുത്തത് എന്നുള്ളത് പുറത്ത് പറഞ്ഞാൽ മതി എന്നും കൂടി ഒന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നല്ലാണ്ട് ഞാൻ ഇവനായ കാരണമാണ് ഇതൊക്കെ പറയണത്. അല്ലെ 50 മേടിക്കണ്ടാണ്. അങ്ങനെ പറയാൻ പറയാത് കുഴപ്പമില്ല. വലിയ സന്തോഷമായി. ഞാൻ ആകെ പേടിച്ചു നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ. വലിയ സമാധാനമായി. എന്തൊക്കെയുണ്ട് വേറെ? വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോണു. ഓ കാര്യങ്ങളങ്ങനെ നടന്നു പോകുന്നുണ്ട്. ശരി. അതെ നോക്കി വ്യാരി വാ, ഇങ്ങോട്ട് വാങ്ങട്. എന്താ കിടന്ന് കേൾത്തിരി ഇവിടെ ഒരു കണക്കിനൊക്കെ പറഞ്ഞ് ശരിയാക്കിണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിട്ടൊന്നല്ലപ്പോ അത് നമ്മുടെ A+ പറഞ്ഞു കേട്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. അതെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാലിലൊക്കെ ഒന്ന് വീണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പഠിപ്പിച്ച് വലിയ ഡോക്ടറായിട്ട് അമേരിക്ക വിട്ടിട്ടേ ഇവനൊക്കെ പറ്റിക്കണ്ടാണ് അവൻ. അതൊക്കെ വേണോ? ആയിക്കോട്ടെ അടക്കി. ഫ്രഷ് പച്ചക്കറി, വെണ്ടയ്ക്ക, തക്കാളി, കത്രിക്ക, പാവയ്ക്ക. അമ്മേ വേണ്ട പച്ചക്കറി വേണ്ട. വെണ്ടയ്ക്ക, തക്കാളി, കത്രിക്ക, പാവയ്ക്ക. ഹലോ
ആ മുരിങ്ങ മൊയ്തു എന്റെ വാപ്പ. ഇത് PTA പ്രസിഡന്റ് മൊയ്തു ഉണ്ടോ? ആരാണിത്? എന്താ വിഷയം? പുസ്തകം തീർന്നു ഇന്നോ? അതെ, ഈ നല്ല സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പെട്ടെന്ന് തീർന്നു. അപ്പൊ അത് എൻ്റെ അടുത്ത് പടവലവും ഇല്ല, പിന്നെ മുരിങ്ങക്കായ ഒന്നുമില്ല. ആ ശരി, വേറെ എന്താ വിഷയം? 8ാം ക്ലാസ്സിലെ പുസ്തകം ഇല്ലാന്നോ സ്കൂളിലോ? 8ാം ക്ലാസ്സിലെ പുസ്തകം ഇല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ 5ാം ക്ലാസ്സിലെ പുസ്തകം 3ാം ക്ലാസ്സിലെ പുസ്തകം മേടിച്ചിട്ട് കൂട്ടിക്കെട്ടുക. അപ്പൊ 8ാം ക്ലാസ്സിലെ പുസ്തകമായി. ഇതൊക്കെ പറഞ്ഞു തരണോ ഞാൻ? അതെ, പറ്റോ പറ്റോ. നമ്മളെ സ്കൂളിലെ ചെക്കനുള്ള എന്തിനാണ് ജോലി? വെറുതെ വെറുതെ വെറുതെയോ? ഞാൻ ആരാന്നൊക്കെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ആരാണ്? മുരിങ്ങ പോയതു അല്ലേ? മുരിങ്ങ മൊയ്തു അല്ല, PTA പ്രസിഡന്റ് മൊയ്തു. എന്തൊക്കെ ക്ലാസ് കയറാഞ്ഞേ? എനിക്ക് താല്പര്യമില്ല സാറേ പോവാൻ. താല്പര്യമില്ലെന്നോ? അത് താല്പര്യമില്ലാത്ത അവിടെ പഠിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എടാ, സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം കുട്ടികള്. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ, അതുകൊണ്ടൊക്കെ ഞാൻ നേരെ നിലക്കെത്തിയത്. അറിയോ? ഇപ്പൊ എങ്ങോട്ടാ പോണേ? അതും അറിയില്ല എനിക്ക്. അന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്നെ വീട് ഗുഡ് മോർണിംഗ്. ഒരു സ്ഥാപനം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ പ്രിൻസിപ്പളാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിന്റെ തലപ്പത്തിരിക്കുന്ന മാഷെ? അല്ല, അതിനിപ്പോ എന്താ സാർ ഉണ്ടായി? എന്താ ഉണ്ടായതെന്നോ? ഇവിടെ എന്താ ഒന്നും ഉണ്ടായില്ലേ? സത്യത്തിൽ നമ്മുടെ സ്കൂളിൽ എന്താ നടക്കുന്നത്? ഓ, അത് ഏത്? അതൊക്കെ എല്ലാ സ്കൂളിലും നടക്കണല്ലേ സാറേ. ഏതെന്ന്? മറ്റേ കാര്യല്ലേ? മറ്റേ കാര്യം. അതെന്താ സംഭവിച്ചെന്നറിയോ? 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പയ്യനായിട്ട് ലൈനായി. ഈ വർഷം ആ പയ്യൻ വന്നിട്ട് ചോദിച്ചപ്പോ ഈ കുട്ടി എന്ത് പണി കാട്ടി? ആ പയ്യനെ വിട്ടിട്ട് വേറൊരു പയ്യനായിട്ട് ലൈനായി. അപ്പൊ ഈ ആദ്യം പ്രേമിച്ച പയ്യനെ എന്തായാലും ദേഷ്യം വരുമല്ലോ. അവന്റെ കൂട്ടുകാരെയും എല്ലാവരും കൂട്ടിയിട്ട് വന്നിട്ട് പ്രശ്നമായി, ചോദ്യം ചെയ്യലായി. അതാകെ പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഞാൻ ഭയത്തിൽ ഇടപെട്ടിട്ട് അതങ്ങോട്ട് സോൾവ് ചെയ്തു. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല മാഷെ? അല്ല, അറിയാണ്ട് ചോദിക്കും. ഞാൻ ഇതൊന്നുമല്ല പറയാൻ വേണ്ടി നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ ഇവിടെ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞിട്ട് വിഭീഷ് എന്ന് പറയുന്ന ഒരു കുട്ടി 3-4 ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല. ഈ വിഭീഷ 6ാം ക്ലാസ്സിലാ? ഓ, ഇനിയിപ്പോ അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? അല്ല, മുഴുവൻ പറയേണ്ട, ഒരു ക്ലൂ തന്നാ മതി. മാഷൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിമാഷോട് വരാൻ പറ. ആഹാ, അപ്പൊ ഉണ്ണി മാഷ ക്ലാസ്സിലാണ് ഈ കുട്ടിയിലെ. എന്നിട്ട് മാഷ അതിനോട് പറയാന് ഞാൻ മാഷോട് വേണ്ട. നിങ്ങളായിട്ട് ഇനി ഒന്നും ചോദിക്കണ്ട. എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. ആ, പിന്നെ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറില്ലേ, കിങ്ങിണി, അവരോട് കൂടി വരാൻ പറയൂ. പിന്നെ ഉണ്ണിമാഷോട് ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് എടുക്കാൻ പറ. ഞാൻ അതും കൂടി നോക്കട്ടെ. മാഷോട് അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കാൻ പറയാ, കിങ്ങിണി ടീച്ചറോട്. ഓ, എന്റെ ദൈവമേ. ഈശ്വര, വലിയ ഗുരുവായൂരപ്പ ചാവണ്ടി. മാനേജർ വായി നല്ലോണം ഇന്ന് കേൾക്കേണ്ടി വരുമല്ലോ ഭഗവാനെ. കുറേ ദിവസം ലീവാക്കി ആദ്യമായിട്ട് വരുന്ന ദിവസമാണ്. ഒരു ജോലി ഉണ്ടായിട്ടാണ് 10 ദിവസം ലീവ് എടുക്കുന്നത്. അത് മനസ്സിലായല്ലോ പകരം. ഓ, വേണ്ട, എന്തിനി നമ്മളെ പണി കളയണ്ട. ഗുഡ് മോർണിംഗ്. ഉണ്ണിമാഷേ, നമ്മൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവൂലേ? ഉണ്ടാവൂലേ എന്നോടാ ചോദിക്കുന്നത്? ഉണ്ടാവും അല്ലേ? 3-ാം തീയതി തുടങ്ങിയതല്ലേ? 3-ാം തീയതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്റെ കാര്യം പൈന അയച്ചിട്ടാകുമ്പോ അത് കയറ് പൊട്ടിച്ചൊരു കറ്റപ്പാച്ചാല്, പിന്നെ അതിനെ പിടിച്ചോണ്ടിട്ട് കെട്ടിയിട്ട് വേണം സാറേ ഞാൻ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ വൈദ്യുതി പോയില്ലേ. പിന്നെ 4-ാം തീയതി ഞാൻ വളരെ കൃത്യമായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങലും എന്റെ മുമ്പിൽ ഒരു കരിക്കട്ട പോലത്തെ കണ്ടം പൂച്ച ഒരൊറ്റ ചാട്ടം. സാറിന് അറിയാലോ, പൂച്ച മുറിയെ ചാടിയാല് ആപത്താണ്. അതുകൊണ്ട് ഏടി പോകാണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. സാറിന് ഇനി നാളെ എന്നെ കാണണ്ടല്ലേ. 5-ാം തീയതിന്റെ കാര്യം
അത് ഞാൻ പറഞ്ഞിട്ടാ എന്റെ തെറ്റ്. എനിക്ക് ആകെ ഒരു തെറ്റ് പറ്റി സാറേ. സത്യം പറയാം സാറേ, 5-ാം തീയതി ഒരു മരണം. ആരാ മരിച്ചത്? ആരോ മരിച്ചു. ഉണ്ണിമാഷേ, ഓ അവിടെ ഇരിക്കൂ. ഏ അവിടെ ഇരിക്കൂന്ന്. താങ്ക് യു സാർ. ഇത് കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലേ? അതെ സാറേ. അതൊന്ന് തുറക്കൂ. സാർ, അതില് വിഭീഷ് ഉണ്ടാവും. വിഭീഷ്? ആ ആ വിഭീഷ് ഉണ്ട് സാർ. ഉണ്ടോ? ആ ആ ഈ വിഭീഷ് എത്ര ദിവസം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് നോക്കൂ. അവൻ എന്നെക്കാളും കഷ്ടമാണല്ല. ആകെ 2 ദിവസമേ വന്നിട്ടു. 4 ദിവസം ആബ്സെന്റ്, ഞാൻ 3. 4 ദിവസമായിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വരാത്തത് എന്താന്ന് നിങ്ങൾ അധ്യാപകർ ആരെങ്കിലും അന്വേഷിച്ചോ? അന്വേഷിച്ചോ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേന്ന്. അന്വേഷിക്കണല്ലോ. ആ വരൂ. ആശയോടെ പോണം. ടീച്ചർ അവിടെ ഇരിക്കുന്നു. ടീച്ചറെ, ഞാൻ ടീച്ചറോട് വരാൻ പറഞ്ഞിട്ട് കുറച്ചു നേരമായി. ഞാൻ ടൈം ടേബിൾ ശരിയാക്കായിരുന്നു സാർ. നിങ്ങൾ ഇവിടെ ടൈം ടേബിളൊക്കെ ശരിയായിക്കൊണ്ടിരുന്നാൽ മതിയോ? മര്യാദയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഓ, അപ്പൊ അതാണ് കാര്യം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സാർ ജയലക്ഷ്മി ടീച്ചർ എനിക്കിട്ട് പണി വെക്കുന്നത്. എന്ത് സാർ, ഞാൻ ഞായറാഴ്ച തോറും എന്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവർക്ക് അതിന്റെ കുശുമ്പാണ് എന്നോട്. ഞാൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കാൻ കയറിയ അവൾ എന്റെ അടുത്ത് പറയും ഞാൻ പിള്ളേരെ ക്യാൻവാസ് ചെയ്യാൻ കയറിയതാണ്. എന്താണിത്? വാട്ട്സ് ഹാപ്പനിങ് വിത്ത് എ ഫീമെയിൽ? ഐ നോ ഹൂ ഷീ ഈസ്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് ആദ്യം ഞാൻ എന്റെ കാര്യം പറയട്ടെ, എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി. സാർ എന്ത് സമാധാനത്തിൽ പറയുന്നത്? അതിന് മറുപടി പറയൂ. ഈ വിഭീഷ് എന്ന് പറയുന്ന കുട്ടി മാഷയുടെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറുമാണ് യെസ് അല്ലേ? 4 ദിവസമായിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നില്ല. എന്താ കാര്യം എന്ന് നിങ്ങൾ അധ്യാപകർ ആരെങ്കിലും അന്വേഷിച്ചോ? ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ പറഞ്ഞ ഈ വിഭീഷ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു വസ്തു അറിയില്ല. 2ന്റെ ഗുണദോഷം ചെല്ല്. അല്ല, നിന്നല്ല സാറല്ല, ഞാൻ പറഞ്ഞ ഓനോട് ചൊല്ലാൻ പറഞ്ഞു. ഓൻ 2ന്റെ പോയിട്ട് 1ന്റെ പോലും അറിയില്ല. ഒരു കണക്കറിയില്ല, കൂട്ടാനല്ല, ഗുണിക്കാനല്ല, ഹരിക്കാനല്ല, ഒരു വസ്തു ഓനറിയില്ല. ഓനെ ഒരു അനുസരണക്കേട് നമ്മൾ കുർത്തക്കേട്. ഇപ്പൊ ഒന്നും ഓന് പറ്റൂല. ഓന് ഞാൻ പറയുന്നത് അറിയാം, ഓനെ മാറ്റിയിട്ട് നമുക്ക് വിജയ ശതമാനം കൂട്ടാം. എന്തായാലും ഓൻ തോക്കും. തലകൊത്തി മറിഞ്ഞാലും ഓൻ ജയിക്കൂല. അവന് കണക്കിന് മാർക്കുണ്ടല്ലോ. കണക്കിന് മാർക്കുണ്ടാ? പിന്നല്ലേ. പക്ഷെ അവൻ ഇംഗ്ലീഷിൽ പോരാ സാർ. അവൻ ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ആ കുട്ടിയുടെ പ്രശ്നം. അതാണ് കുട്ടികൾക്ക് ബോറടിക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്താൽ ഇങ്ങനെ തന്നെയാണ് ടീച്ചറെ. അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ആസ്വാദ്യമാവുന്ന രീതിയിൽ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. എന്തേ കണക്കിന് എന്ത് കഥയാണ് സാറേ പറയുന്നത്? അതെ, ഒരു കുട്ടി ഒരു ദിവസം വന്നില്ല, 2ാമത്തെ ദിവസം വന്നില്ല, 3ാമത്തെ ദിവസം വന്നില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം? പ്രിൻസിപ്പലിനോട് കാര്യം പറയണ്ടേ? ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? കാരണം വിഭീഷ് ഇല്ല സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാനില്ല സമയത്ത് വിഭീഷ് ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ പൊന്നു മാഷെ, ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, ടീച്ചറോട് പറഞ്ഞതാണ്. സാർ, അവൻ ക്ലാസ്സിലിരുന്നാലും പുറത്തിരുന്നാലും ഒരുപോലെ തന്നെയാണ്. ഫുൾ ടൈം സ്വപ്നം കാണലാണ് സാർ. സോ ഇറ്റ്സ് സെയിം